ഒരു കാലം വരും പരിക്കേൽപ്പിച്ചവരോട് അന്ന് പകയല്ല, കൃതജ്ഞത പോലും നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോഴേക്കും വേദനിപ്പിക്കുന്ന വിള്ളലുകൾക്കിടയിലൂടെയാണ് പ്രകാശം ഉള്ളിലേക്ക് അരച്ചിറങ്ങുന്നതെന്ന് സ്വയമേ ബോധ്യപ്പെട്ടിരിക്കും. കാൾ ബാത്ത് കണ്ടെത്തിയതുപോലെ ഗോഡ് എൻഡേഴ്സ് ത്രൂ എ ബ്രീച്ച്. ഈ ഒരു ആത്മീയ പക്വതയിലെത്താൻ പൊതുവെ മനുഷ്യർക്ക് വർഷങ്ങളെടുക്കും. എന്നാൽ ചുരുക്കം ചിലർ ഈ ജ്ഞാന രഹസ്യങ്ങൾ ചെറുപ്പത്തിലെ സ്വന്തമാക്കിയവരായിരിക്കും, ഒരുപക്ഷെ ഒരു കൃപ എന്ന പോലെ. ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ബ്ലെസ്ഡ് ആന്റണി ഓഫ് പവോനി. ചെറുപ്പത്തിലെ വളരെ ഇന്റലിജന്റ് ആൻഡ് പയസ് ആയിരുന്ന അദ്ദേഹം 15-ാം വയസ്സിൽ സന്യാസിയും 25-ാം വയസ്സിൽ പുരോഹിതനുമായി. വൈകാതെ പോപ്പ് അദ്ദേഹത്തെ ഇൻക്വിസിറ്റർ ജനറലായി നിയമിച്ചു. ദിസ് സീരിയസ്, കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ജോബ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വളരെ ചുരുക്കം പേരിൽ ഒരാളായി. ഇതൊരു മരണ വാറന്റ് പോലെയാണ്. പാഷണ്ടികളുമായി നിരന്തരം കോൺഫ്ലിക്ട്സ്. ആശ്രമത്തിന്റെ പ്രിയോറായപ്പോൾ ആഡംബരങ്ങളില്ലാതെ പണികഴിപ്പിച്ച ഭവനം പൊതുവെ കാത്തലിക് ബിൽഡേഴ്സിനെതിരെയുള്ള ലക്ഷൂറിയസ് എന്ന അപവാദത്തിനും എതിരായിരുന്നു. ആന്റണി വാസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് ദ പുവർ. കുറ്റം കണ്ടുപിടിക്കാനാവാതെ സഹികെട്ട് പാഷണ്ടികൾ അദ്ദേഹത്തെ ഒരു പ്രസംഗ സമയത്ത് കുത്തിക്കൊന്നു. ലോർഡ്, ഫിൽ മീ വിത്ത് യുവർ വിസ്ഡം.